ജീവിതത്തിൽ എടുക്കാൻ പറ്റിയതിന് വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശബ്ദം കേൾക്കണില്ലേ? ഫോഗ് കാരണം അമ്പലം കാണാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഞാനൊരു ശായി പഞ്ചകേദാർ യാത്രയിലെ ആദ്യ കേദാരമാണ് കേദാർനാഥ് എന്ന് പറയുന്നത്. കേദാർ എന്ന് പറഞ്ഞാൽ ബാബ തന്നെയാണ്, ഭഗവാൻ ശിവൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചകേദാർ അനുബന്ധമായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. മഹാഭാരത യുദ്ധത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ അവരുടെ സഹോദരന്മാരെയൊക്കെ കൊല്ലേണ്ട അവസ്ഥ വന്നല്ലോ. അപ്പോൾ അവർക്ക് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഭഗവാനെ തപസ് ചെയ്യണം, സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്യണം നിങ്ങൾക്ക് പാപമുക്തി നേടാനായിട്ട്. അങ്ങനെ അവർ ഭഗവാന്റെ ഇച്ഛാനുസരണം ഭഗവാൻ ശിവനെ ഗർവാൾ മേഖലയിലാണ് ഭഗവാന്റെ സാന്നിധ്യം കൂടുതലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട്, വേറെ കഥ പറയുന്നുണ്ട്, കാശിയിൽ വാരണാസിയിലാണ് ആദ്യം ചെന്നതെന്ന് പറയുന്നു. പിന്നീട് അവിടെ നിന്ന് പിന്നീട് ഭഗവാൻ ഗർവാൾ മേഖലയിലാണ്, ഉത്തരാഖണ്ഡിലെ ദേവഭൂമിയിലെ ഗർവാൾ മേഖലയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നേരെ പഞ്ചപാണ്ഡവന്മാർ ഇവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗുപ്തകാശിയിൽ വെച്ചിട്ടാണ്, ഗുപ്തകാശി അവിടെ വെച്ചിട്ട് ഭഗവാൻ അവർക്ക് പ്രത്യക്ഷനാവുകയാണ്. അതിനുശേഷം നന്ദി രൂപത്തിൽ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും ആ രൂപത്തിൽ തന്നെ പല പല ഭാഗങ്ങളിൽ 5 ഭാഗങ്ങളിലായിട്ട് ഭഗവാൻ പ്രത്യക്ഷനാവുകയാണ്. അതിൽ ഒന്ന് കേദാർനാഥ്, ഒന്ന് മധ്യമേശ്വർ, തുംഗനാഥ്, രുദ്രനാഥ്, കൽപ്പകേശ്വർ. കേദാർനാഥിലാണ് ഭഗവാന്റെ ആദ്യ ഭാഗം, അല്ലെങ്കിൽ ഭഗവാന്റെ പൃഷ്ഠഭാഗം എന്ന് പറയുന്നത്, ബാക്ക് വശം എന്നാണ് പറയുന്നത്, ആ ഒരു ഹംബ് എന്ന് തന്നെ പറയുന്നു. അവിടെയാണ് ഭഗവാന്റെ ആദ്യ കേദാരം എന്ന് പറയാം. അവിടെയാണ് ആദ്യം ഓരോ പഞ്ചപാണ്ഡവന്മാർ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് തപസ് ചെയ്ത് ഭഗവാൻ തപസ് ചെയ്ത് ആ വഴിയൊക്കെ അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും നമ്മൾ അവിടെ കയറുമ്പോഴും നമുക്ക് ആ അനുഭവ തലം ഉണ്ടാവും. ഉള്ളിലൊരു ചെറിയൊരു ആത്മീയ തലം മാത്രമേ ഉണ്ടായാൽ മാത്രമേ, അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഉള്ളിലെ നമശിവായ ജപിച്ചാലെങ്കിൽ എന്താണോ, എന്ത് മന്ത്രം ജപിച്ച് അവിടെ എത്തുമ്പോഴും അവസാനം ഭഗവാനെ കാണുമ്പോൾ ഹര ഹര മഹാദേവ് എന്ന് മാത്രമേ മനസ്സിൽ വരൂ. ഉള്ളിലെ ആ ആത്മസംതൃപ്തിയാണ് ആ സമയത്ത് വരിക. അത് ചെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ പല കാഴ്ചകളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർത്തിയിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വാക്കുകളും വീഡിയോസാണ് അതിലുള്ളത്. പ്രത്യേകിച്ച് ഉള്ളിലെ കളങ്കങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ അവർ ആദ്യം ചെന്നെത്തിയതാണ് പഞ്ചകേദാറിലെ ഈ കേദാർനാഥ്. 12 ജ്യോതിർലിംഗങ്ങൾ ഒന്നാണ് കേദാർനാഥ്. അവിടെ ഞങ്ങൾ എത്തിയ സമയവും എല്ലാം ഭഗവാന് ആരാധ്യയുള്ള സമയത്തെത്തി. ഇത്രയോ മണിക്കൂറോളം യാത്ര ചെയ്യണം. നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറേ സമയപരിമിതികളുണ്ട്. എന്നിരുന്നാലും വേറെ ബുദ്ധിമുട്ടുകളില്ലാതെ ഭഗവാൻ അവിടെ എത്തിച്ചതിന് വലിയ കാര്യം. ആ കേദാരത്തിലേക്കുള്ള യാത്രയിലെ അനുഭവങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരെങ്ങനെ പോയോ അങ്ങനെ തന്നെയാണ് നമ്മളും പോയത്. അത് അനുഭവിച്ച് തന്നെ അറിയണം. പല ആളുകളും പോയിട്ടുണ്ടാവും, അവർക്കും ഈ വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും പല ഓർമ്മകൾ അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഇല്ലാത്തവർ മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് എൻ്റെ അനുഭവങ്ങൾ, ഞാൻ എങ്ങനെയാണ് പഞ്ചകേദാറിൽ ആദ്യത്തെ കേദാരത്തിലേക്ക് പോയത്, ആ അനുഭവം നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. പഞ്ചകേദാരത്തിലെ ആദ്യ യാത്ര, ആദ്യ അനുഭവ തലങ്ങൾ കേദാർനാഥ്. നമ്മൾ രാവിലെ തന്നെ എവിടെ എത്തി? സോൻപ്രയാഗ് എത്തി. ഇനിയിപ്പോൾ വെളുപ്പിന് തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ഇപ്പോൾ എത്ര 4:30-5 മണി അല്ലേ? 5 മണി സമയം. ഇവിടുന്ന് പിന്നെ എത്ര കിലോമീറ്റർ ട്രക്ക് ചെയ്യണം അങ്ങോട്ട് ഗൗരികുണ്ടിലേക്ക്? എനിക്കിവിടെ 5 കിലോമീറ്റർ എടുത്താന്ന് തോന്നുന്നു. 5 കിലോമീറ്റർ എടുത്താൽ മോനെ ഗൗരികുണ്ട്. നമ്മൾ ഗൗരികുണ്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രക്ക് ചെയ്യുക കേദാറിലേക്ക്. ഇവിടം വരെയേ ഉള്ളൂ നമുക്ക് വണ്ടി ആക്സസിബിൾ ആണല്ലോ. ഒരു 1.5 മണിക്കൂർ നമ്മൾ നമ്മുടെ ടാക്സി നമ്മളിവിടെ എത്തിച്ചു. രാവിലെ ആയതുകൊണ്ട് ഞാനതൊന്നും എടുക്കാഞ്ഞത്, ഇവിടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. രാവിലെ എണീറ്റു, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി. എല്ലാവരും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ.
ഗൗരിക്കുണ്ടിൽ നിന്ന് ഗൗരിക്കുണ്ടിലേക്ക് 200 മീറ്റർ ഉള്ളൂ, 5 കിലോമീറ്റർ ഒന്നുമില്ല. അപ്പോൾ രാവിലെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ട് നമുക്ക് കേദാറിലൊരു 2 ദിവസം സ്റ്റേ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് വാസുകി താലിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അമ്പലങ്ങളെ കവർ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ലഗേജ് കൂടുതലുണ്ട്. അവിടെ പെട്ടെന്ന് ഇറങ്ങുന്നില്ല. വന്ന വഴിക്ക് എല്ലാം കാണാതെ പോയത് ശരിയല്ലേ എന്നാ ചേട്ടാ? താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും. അപ്പോൾ എന്തായാലും വാസുകി താലൊക്കെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ എല്ലാം കവർ ചെയ്തിട്ട് നമ്മൾ പോകും. പിന്നെ ഫ്രണ്ടിലത്തെ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം. ഏതാ ഏതാ മന്ദാകിനി? അവിടെ അത് പുഴ മന്ദാകിനിയാ? കുറേ ആളുകൾ, ഇഷ്ടമായ ആളുകൾ കയറുന്നുണ്ട്. നമ്മളെ പോലെയല്ല, നമ്മൾ കുറച്ച് ചെയ്യേണ്ടത്. ഇത് ഒരു മിനിറ്റ്, നമുക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കാമല്ലേ? നൈജായി നമ്മളെപ്പോലെ അല്ല കേട്ടോ. കുറേ അമ്മമാരൊക്കെ ഇഷ്ടംമാതിരി പോകുന്നുണ്ട്. അപ്പം നാട്ടിലുള്ള അമ്മമാരൊക്കെ ഇവിടം വരെ വരാനുള്ള പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളെന്ന് വിചാരിച്ചിട്ട് ഒരു പോകണം. കാരണം നമ്മൾ നോർത്തിലേക്ക് വരുന്നോറും ആണല്ലേ. ഇവര് വരുമ്പോൾ കൂടുതലും ഭഗവാനും മഹാകാൽ ശിവ എന്ന് പറയുമ്പോൾ കൺസെപ്റ്റിൻ്റെ ഇവരുടെ വിശ്വാസം ഭയങ്കരമാണല്ലോ. എനിക്ക് തോന്നുന്നത് അമ്മമാരൊക്കെ ഇത് ഇഷ്ടംമാതിരി പോലെ പയറ് മണി പോലെ കയറി പോകുന്നു. നമ്മൾ ഏത് മണി പോലെ കയറി പോകുന്ന അറിയില്ല. നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അവിടെ നാട്ടിലൊക്കെ കുറേ മലകൾ കയറിയിട്ടുണ്ട്, അതുപോലെ നല്ലല്ലോ ഇത്. പക്ഷേ അത്ര ഹൈക്കായിട്ടുള്ള മലയൊന്നല്ല. കുറച്ചൊരു ഈശ്വരാധീനവും കുറച്ചൊക്കെ നമ്മുടെ ആരോഗ്യവും രണ്ടും കൂടി കലർന്നു ചെല്ലുമ്പോൾ ബാക്കിയൊക്കെ സംഭവിച്ചോളൂ. എന്തായാലും നോക്കാം. ഇവിടുന്നാണ് നേരെ ഈ പാലം കവർ ചെയ്യാം. പാലം കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിലിറ്ററി ചെയ്യുന്ന ക്യാമ്പാണ്. ഇത് ഏതാ പറഞ്ഞേ? ഏതൊക്കെയാണ്? സോനഗംഗ. രണ്ട് നദികൾ ചേരുന്ന സ്ഥലം, നേരത്തെ കാണുന്ന സ്ഥലമാണ് സോനഗംഗയും മന്ദാകിനിയും. ഓക്കെ, ഏതാ? ആ ഓക്കെ, അറിയില്ല. ആ നമുക്ക് ഇവിടുന്ന് കുറേ ടാക്സീസ് അവൈലബിൾ ആണ്. ഒരു 3 കിലോമീറ്റർ നടക്കുന്നതിനും പകരം ടാക്സി വിളിക്കുകയാണെങ്കിൽ നേരെ അവിടെ എത്തുക, അവിടുന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. 3 മണിക്കൂറോളം സമയം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് പല ആളുകളും നടന്നു പോകുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളും ടാക്സി ഉപയോഗിക്കുകയാണ്. നമുക്കൊന്നും കുറേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു 5 പേർക്കണ്ട 1000 രൂപ കൊടുക്കുന്നവർ വിളിക്കാറും. പൈസ ഉണ്ട്, അങ്ങോട്ട് നീക്കുക പൊടി. അപ്പോൾ അത് നമ്മൾ കവറപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 3 കിലോമീറ്ററോളം വണ്ടിക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഗൗരിക്കുണ്ടിൽ എത്താമെന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രക്ക് ചെയ്യാൻ അധികം പറ്റില്ല. കാരണം നല്ല വെയിൽ മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയെ കൂടാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ മാക്സിമം സമയം ഏർലി മോർണിംഗ് തോന്നൽ മാക്സിമം കയറി എത്താമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ആരെങ്കിലും വരുന്നതനുസരിച്ച് അവർ മാക്സിമം സമയം നേരത്തെ എത്തി നേരത്തെ തന്നെ അങ്ങനെ എത്താവുന്ന രീതിയിൽ ചെയ്യാം. അതിൻ്റെ വൈകിട്ട് ആരെങ്കിലും തൊഴാൻ പറ്റണം. നമുക്ക് കുറേ സമയം നടന്ന് കളയാൻ പറ്റില്ല. എന്തായാലും അതാണ് ഇവിടെയൊക്കെ അതൊന്നും കടക്കാൻ പറ്റില്ല. ഒക്കെ വഴികളാണ്. എവിടേക്കാണ് പോകണ്ടേ? അങ്ങോട്ട് പോകണോ? ഇതാണ് നിലവിലത്തെ അവസ്ഥ. നമുക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്ന ആളുകൾ കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോകും. കൂടെ അറിയാം, ആ പയ്യനറിയാം. എന്തായാലും ഇനി വണ്ടി വിളിച്ച് ഗൗരികുണ്ടിലെത്തി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ബാക്കി പറയാം. ഇവിടം വരെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ? ഇവിടുന്ന് വണ്ടി വിളിക്കാന്നുള്ളതേ ഉള്ളൂ. വണ്ടി വിളിക്കുക, ഒരു 3-4 കിലോമീറ്റർ പോവുക, എന്നിട്ട് അവിടെ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് കൈതല്ലേ കുതിരയല്ലേ? കുതിരയല്ലേ? നൂറാണോ? കഴുത പ്ലസ് കുതിര 100 സാധനം.
ഇനി ഒരു കവാടം കൂടി വരുന്നുണ്ട്. ഇത് അമർ ഇത് അമർ ഉജാല കേദാർനാഥ് ആദ്യത്തെ പ്രവേശന കവാടാണിത്. ഇതിൽ കാരണം ഇവിടെ നേരെ സാമാന്യം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. പോണ വഴിയിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കഴിക്കണോ? പോ കുറച്ച് വെള്ളം കൂടുതൽ വഹിക്കാനൊക്കെ ഉണ്ട്. ഈ പോകുന്ന വഴികളിൽ പറഞ്ഞ പോലെ കാശില് പോണ പോലത്തെ ഒരു ഫീലാ. ഒരാൾ ലോസ്റ്റ് ആയ ഇത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ സ്പേസ് ആണെന്നാണ് പറഞ്ഞു കേട്ടുള്ളൂ. എന്താ അറിയാം, പുറകിലെ പിള്ളേർ ഇങ്ങനെ നടന്നു പോകാന്നുള്ളതാണ്. അറിയില്ല, കയറുമ്പോൾ അറിയാം. സാധാരണ നമ്മൾ അത്യാവശ്യം നമ്മുടെ നാടുകളിലെ മല കയറുന്ന പോലെ എല്ലാം തോന്നുന്നുണ്ട്. ഒരു മീഡിയം റേഞ്ചിൽ കയറി പോകാന്നുള്ളതാണ്. പക്ഷെ ദൂരമുണ്ട്, 16 കിലോമീറ്റർ. കേദാർനാഥ് അനുബന്ധമായിട്ടുള്ള കഥകളൊക്കെ നല്ല നല്ല സ്ഥലത്തെത്തുമ്പോൾ വിവരിക്കുന്നതായിരിക്കും. അറിയാവുന്ന പോലെ തെറ്റുകളുണ്ടാവുമായിരിക്കും, കൂടുതലൊന്നും പ്രിപ്പറേഷൻ ഇല്ല. ചെന്ന് കഴിയുമ്പോൾ കേദാർനാഥ് പഞ്ചകേദാർ യാത്രയിലാണ്. കേദാർനാഥ് ഒരു ജ്യോതിർലിംഗമാണല്ലോ. അവിടെ അനുബന്ധമുള്ള കഥകളും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ 2 ദിവസം അവിടെ ഉണ്ട്. അവിടെ ഫുൾ മെഡിറ്റേഷനൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്പൺ സ്പേസിലേക്ക് കയറാൻ പോകാൻ തോന്നുന്നു. ഇതാണ് ആ സ്പേസ്. ഈ വെള്ളം വീണ കോമഡി കേട്ടാ. ഷൂല് അത് കയറിയ പണിയാ. പിന്നെ മൊത്തം കേദാർ പോണ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഭംഗികളല്ലേ. അപ്പോൾ ഒരു ഭംഗി ഏതാ കാണുന്നത്? പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഓരോ സ്ഥലം ഇപ്പൊ നമ്മൾ 3 കിലോമീറ്റർ ആയുള്ളൂ, ഇനിയും പോകാനുണ്ട്. 3 കുറെ സമയങ്ങൾ കളയാൻ പറ്റില്ല, നമുക്ക് വൈകിട്ട് എത്തണം. 3 കിലോമീറ്റർ അവിടെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. നമുക്കിനി കവർ ചെയ്യാൻ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ കയറാവുന്നതാണ്. അത് കണ്ടില്ലേ, ഓരോ സ്ഥലത്ത് ഓരോരോ ഭംഗികൾ നമ്മൾ കാണാൻ നോക്കാം. കാണിച്ചു തരാം, മാക്സിമം നോക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സീതേട്ടാ എന്താ കഴിക്കണേ? ചന കുറച്ചൊരു സൂപ്പറാ. നാരങ്ങ നീരും എല്ലാം ഉണ്ട്. വേണോ? നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളാ. കപ്പലണ്ടിയും അല്ലേ? ഷേ കടലല്ലേ ഇത്? കടല ചന കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള 14 കിലോമീറ്ററിൽ പിടിക്കാൻ. വെള്ളം വേണം, ബാക്കിയുള്ള കാലം വേണം. ബാക്കിയുള്ള പിള്ളേരെന്ത് നമ്മുടെ പിള്ളേര്
മുഖം കഴുകണത് ഇവിടുത്തെ വെള്ളത്തിന് അതിയായ ശക്തി. അല്ല, ഇത് മുഖം കഴിയുമ്പോൾ ഒരു പ്രത്യേകതല്ലേ, ഒരു ഫ്രഷ്നെസ് അല്ലേ, അടിപൊളിയല്ലേ? മോളിൽ നിന്ന് പറഞ്ഞാണ് കേട്ടോ. മുഖം കഴുകാൻ ഇവിടുന്ന് മുഖം കഴുകിയിട്ട് വീണ്ടും യാത്ര എങ്ങോട്ടാ? അങ്ങോട്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിന് അന്തല്ല. അപ്പൊ തന്നെ എന്ത് ചെയ്യൂത്? നമ്മൾ കേദാർനാഥിൽ ട്രക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ. കണ്ടില്ലേ, ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള കാഴ്ചകളും നമ്മൾ കാണാൻ മനസ്സും കൂടി അതിനെ പ്രാപ്തമാക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഓരോരോ ഇതാണ്. കുതിരകൾ വീഴുന്നതും നമ്മൾ ഈ റീലിലും അല്ലേ, മനുഷ്യന്മാർ വീട്ടില്ല, കുതിരകൾ. അങ്ങനെയാണ് നിലവിലത്തെ അവസ്ഥ അല്ലടാ. തിരക്കൊഴിയോ? എവിടെ ഒഴിയും? കുറച്ച് വൈഡാവും അല്ലേ? അങ്ങനത്തെ പോകുന്ന വഴിയിൽ കുറേ കാഴ്ചകളുണ്ട്, കുറച്ച് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവര് ശ്രദ്ധിക്കില്ല, ആരും ശ്രദ്ധിക്കത്തില്ല. ഇതൊക്കെ പോണ സ്ഥലങ്ങളില് നല്ല തിരക്കാണ്. ഹിന്ദി അറിയാൻ മലതന്റെ പ്രശ്നം. ഇതൊക്കെ വണ്ടിയിലുണ്ട്. നല്ല തിരക്കുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ വഴിയിൽ പല ആളുകളുണ്ട്. ഇപ്പോൾ ഈ ടൈപ്പ് ആളുകൾ, ഇതിൽ കൂടുന്ന ആളുകൾ കുതിരയുടെ പുറത്ത്, പിന്നെ ട്രോളിയിൽ പോണവർ, ഇവരെല്ലാവരും ഒറ്റ വഴിയിൽ പോണ ആളുകളാണ്. അപ്പോൾ കുതിരയുടെ ചവിട്ട് ഇടാതെ നോക്കണം, കുതിരയുടെ കുത്ത് ഇട്ടാതെ നോക്കണം, പിന്നെ മറ്റുള്ളവർക്ക് വഴി കൊടുക്കണം. ഇതൊക്കെ നോക്കി പോകാൻ മാത്രം നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. ഈ കുതിര ഇവര് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര നമുക്ക് വഴി തരില്ല. ഇവര് വന്ന ഒറ്റ പുകലാണ് പോവന്നെ. നമ്മ മനസ്സറിഞ്ഞ് വഴി കൊടുക്കാന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ. എത്ര ദൂരം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷെ ശബരിമലയിലൊക്കെ പോകണമല്ലോ ഇടയ്ക്കൊക്കെ. റൂഫ് ടോപ്പ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേദാറിൽ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പോരായ്മകളുണ്ടാവും. ഓരോ പല കാര്യങ്ങൾ അറിയില്ല. ഉള്ളത് പോലെ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോവാ. ഹര ഹര മഹാദേവ്. 14 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞിട്ടില്ല. 14 കിലോമീറ്റർ മയിൽക്കുറ്റി ചേർത്ത് എത്തിയിട്ടുണ്ട്. ഇനി 14 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പൊ ഇൻ ബിറ്റ്വീൻ നമുക്ക് പോകുന്ന സമയത്താണെങ്കിൽ ഭക്ഷണം കിട്ടുക. മാക്സിമം വെള്ളം കൂടുതൽ ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക. കഴിച്ച് കഴിഞ്ഞാൽ പണി പാടും, കയറാൻ പറ്റില്ല, നമ്മൾ ആവശ്യത്തിയാവും. പിന്നെ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ് കാഴ്ച. നിലവിലത്തെ ഈ കാണുന്ന ഭക്ഷണങ്ങളാണ് നിലവിൽ കടല ഇതൊക്കെയാണ് കിട്ടുക. ഇതൊക്കെ കഴിച്ച് ഓരോ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റേഴ്സ് നമ്മൾ പയ്യെ കയറി വൈകിട്ട് 6:30 മുമ്പ് നമുക്ക് എത്തണം. 6 മണിക്ക് മുന്നേ എത്തണം. 6 മണിക്ക് മുമ്പ്. അവൻ ചേട്ടാ അവിടെ ഏത് സമയത്ത് എത്തണം?
6 മണിക്ക് 6 മണി 6:30 ഇതേട്ടാ 6 മണി ആശി 6 മണി 6 മണിക്ക് എത്തിയിരിക്കും. ഇവിടെ എന്ത് കാണും? ആരതി കാണും. അത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പുറകിലാരാ? കൈലാസനാഥൻ ഭഗവാന്റെ സ്ഥാനാണ് അവിടെ. സൂം ചെയ്ത് കാണിച്ചു സംഭവം. അപ്പം അങ്ങനെ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്തു. കുറച്ച് ആദ്യ സമയങ്ങളിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് പയ്യെ പോയി. പിന്നെ ഇച്ചിരി കഠിനമായിട്ടുള്ള യാത്രയായിരുന്നു. ഭഗവാൻ ഇത്തിരി പരീക്ഷിപ്പിച്ചോ എന്നുള്ള സംശയമില്ല. പക്ഷെ കുഴപ്പമില്ലായല്ലോ, അവളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു കേട്ടോ. അതിൽ കുറച്ച് പേര് നവീൻചേട്ടൻ പിന്നെ കുതിരമ പുള്ളിക്ക് ഹോഴ്സ് റൈഡിങ് താല്പര്യമുണ്ട്. ക്ലിൻ്റെ പിന്നെ താഴെ ഉണ്ട്. ഞങ്ങൾ 3 പേര്, ഞാൻ ശ്രീതേട്ടൻ 3 പേര് നിലവിലുണ്ട്. ഓടി ഓണായിട്ടില്ല. അപ്പോ ഇനിയിപ്പോ നമ്മുടെ മനസ്സില് ഒരു 4.8 കിലോമീറ്റർ 5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനിയിപ്പോ ഒരു 6-6.5 കിലോമീറ്ററോളം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ട ഇവര് നമ്മളെ അദ്ദേഹത്തിന്റെ പുറകിലുള്ള അതിൽ കയറ്റി കൊണ്ടുപോകാന്ന് പറയണേ. എത്ര രൂപ കൊടുത്താൽ മതി എന്നാണ്. പക്ഷെ അവര് കൊണ്ടുപോണതുണ്ടല്ലോ ഭയങ്കര സംഭവം കേട്ടോ. സമ്മതിക്കണം. വഴികൾ ഇതാണ്. ഉച്ച സമയം ഏകദേശം സമയത്ത് ചേട്ടാ 11:30. അങ്ങനെ കഴിഞ്ഞപ്പോ ഇതിന് ട്രക്ക് ചെയ്യണം. കുറച്ച് നേരം ഇരിക്കുക, നിൽക്കല്ലോ 2 കിലോമീറ്ററോളം മാക്സിമം ട്രക്ക് ചെയ്തിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് BTV നമ്മൾ കഴിക്കുന്നത് കപ്പലണ്ടി കഴിക്കും. എനർജിക്ക് വെള്ളം പയ്യെ സിപ്പ് ചെയ്ത് കുടിക്കും. ഡീഹൈഡ്രേഷൻ അല്ല, വെള്ളം കുടിച്ച് പോവാം. പിന്നെ ആപ്പിള് അങ്ങനെയുള്ള ഈസി ഡൈജസ്റ്റീവ് കഴിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം വരും. വലിച്ചു വരെ കഴിക്കാതെ ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ പോവാം എന്നുള്ളതാണ്. അവിടെ എത്തിയിട്ട് സമയം കുറേ ഉണ്ട്. തുടങ്ങിയിട്ടുള്ളൂ 5 കിലോമീറ്റർ ആയുള്ളൂ. ഇനി കിടക്കിട്ട് 11 കിലോമീറ്റർ. എവിടെയൊക്കെ എന്തൊക്കെ ഇടുന്നു ഭഗവാനും മാത്രമേ അറിയുള്ളൂ. എത്തിക്കണേ ഭഗവാനെ. കുറച്ച് വഴി നമ്മൾ നടന്നു പോകുമ്പോ തീവണ്ടിയിൽ പോകുന്ന ടീമിനെ കണ്ടു. വേണ്ടോ? ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒന്ന് തീവണ്ടിയിൽ കൊണ്ടുപോകുന്നു. തീവണ്ടി അല്ലല്ലോ, കുതിരവണ്ടിയിൽ കൊണ്ടുപോകുന്നു. നമ്മൾ കയറി പോകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നൊക്കെ. ഒരു പരിധി വരെ പല സ്ഥലങ്ങളിൽ നിന്ന് കയറുന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. നമ്മൾ കയറിയെന്ന് തോന്നുന്നില്ല. പറയാൻ കാരണം നമ്മൾ പതുക്കെയുള്ള പോകുന്നത്. പെട്ടെന്ന് അവിടെ എത്തണം എന്ന് വിചാരിച്ച് പോകുന്നില്ല. കാണുന്ന സ്ഥലങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാനും ആസ്വദിക്കാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് വേറെ ബുദ്ധിമുട്ട് കാണില്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങോട്ട് കയറി പോകാന്നുള്ളതാണ്. അപ്പോൾ BTVന് വേറെ ആരൊക്കെ നിർത്തേണ്ട ആവശ്യമൊന്നും വരില്ലാന്ന് തോന്നുന്നു. ഒരു കാഴ്ച കാണിച്ചേ. ഇത് കണ്ട ഗ്യാസ് കുറ്റിയായിട്ട് പോകണണ്ട ഈ ചേട്ടൻ. നമുക്ക് ഇതുപോലെ മറ്റുള്ള ഈശ്വര. അങ്ങനെ സമയം 3:15. ഏത് ഈവനിങ് 3:04. അപ്പോൾ നമ്മൾ ഏകദേശം 8 കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്തു. 7.6 ഓൾമോസ്റ്റ്. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. ഇനി 6 കിലോമീറ്റർ ഉണ്ട്. 6.5 കിലോമീറ്റർ. ഇവിടെ മൊത്തം കോടയാ. ഫുൾ കോട. മൊത്തം കോട. സ്വർഗം. ആളുകളൊക്കെ പോണ്ട്.
കണ്ടാൽ മനസ്സിലാവും. ഇതാണ് അവസ്ഥ. ഞാനൊരു ശായി തീരുമാനമായി. ഇതൊന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറാനും പറ്റില്ല. കഴിക്കാൻ കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് 2 ദിവസം നിൽക്കണം. അതിന് ലഗേജ് ഉണ്ട്, അതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. എൻ്റെ ബാഗ് അതേ ഇവനുള്ളായിരുന്നു. പട്ടാളുള്ളായിരുന്നു. പുരുഷൻ അനുഗ്രഹിക്കണം. അതുപോലത്തെ അവസ്ഥയാണ്. അപ്പോ ഇനിയുണ്ട്, സമയമുണ്ട്. കയറാം, പയ്യെ കയറാം. അപ്പൊ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ തുടരുന്നു. ഇനി മുകളിലേക്ക് കയറണം. മുകളിലേക്കുള്ള വ്യൂ ഒക്കെ ഗംഭീരമാണ് കേട്ടോ. നമ്മള് കാണുന്ന കാഴ്ച ഗംഭീര കാഴ്ചകളാണ്. നമുക്ക് അവിടെ മുകളിലൊക്കെ മഴ പെയ്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. വെള്ളം ഒലിച്ച് വീഴുന്നുണ്ട്. വെള്ളം ഒലിച്ച് വീഴുണ്ടിരിക്കുന്നു. താഴെ ആളുകൾ മൊത്തം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. സംഭവം ഇതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. സംഭവം കൊള്ളാം. മുകളിൽ എന്തായിരിക്കും ഫുൾ കോടയാണ്. പക്ഷെ കയറുന്ന ക്ഷീണമില്ല. അങ്ങോട്ട് വലിഞ്ഞ് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ അറിയില്ല. എത്തും, ഭഗവാൻ എത്തിക്കും. എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഭഗവാൻ എത്തിക്കാണ്ട് പറഞ്ഞ് നിർത്തിയില്ലല്ലോ. പുറപ്പെട്ടില്ലേ, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ കഴിയുമ്പോൾ അടിപൊളിയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വീഡിയോസ് ഇടാം. കുറേ സമയങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ പോകുമ്പോൾ എനിവേ ഒരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കുറേ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ അവസാനം ചെയ്ത വീഡിയോസിൽ നിന്ന് കുറേ കിലോമീറ്റേഴ്സ് ഞാൻ സ്കിപ്പ് ചെയ്തു. അവസാനം ഇപ്പോൾ കേദാർനാഥ് ഇനി 0.5 ഉള്ളൂ. ഓൾറെഡി ബേസ് ക്യാമ്പിലേക്ക് എത്താൻ പോവാം. അതാണ് പുറയിലാണ് ബേസ് ക്യാമ്പ്. ഇതിന് നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലുണ്ട്. മഴ ആയതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെയിൻകോട്ട് ഇപ്പോൾ മാറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേഗം തന്നെ റൂമിലേക്ക് എത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. കയറി ഡ്രസ്സൊക്കെ മാറി ജസ്റ്റ് ഒന്ന് കുളിച്ച് ഭഗവാനൊന്ന് കാണുക, ആരതിയും തൊഴുക എന്നുള്ളതാണ് ഉദ്ദേശം. ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ വ്യൂസ് കാണിച്ചു തരാം. ഇവിടെ ബേസ് ക്യാമ്പിൻ്റെ വ്യൂസ് കാണിച്ചു തരാം. ഭയങ്കര വ്യൂ കേട്ടോ ശരിക്കും. ഇതൊന്നല്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മുകളിലാണ് ശരിക്കും. നേരത്തെ മുകളിൽ ഹിമാലയസിൻ്റെ ഒക്കെ തെളിഞ്ഞു വന്നായിരുന്നു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഗംഭീര വീണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ഇവിടെയൊക്കെ ചായയൊക്കെ മേടിച്ച് കുടിക്കാം. പിന്നെ നമുക്ക് കൂടുതൽ ഓട്ടാൻ പിടിക്കാൻ പറ്റില്ല. ഓൾട്ടിറ്റ്യൂഡ് കൂടെ ആയതുകൊണ്ട് യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഓടി പിടിച്ചൊക്കെ എത്താം. ബ്രീത്തിങ് കപ്പാസിറ്റി ഒക്കെ കുഴപ്പമില്ല. പക്ഷേ എത്തിപ്പിടിക്കാൻ പറ്റി. ഒരു സമയത്തായപ്പോഴേക്കും എനിക്ക് തീരെ വയ്യായിരുന്നു. അത് മനസ്സിൽ ചെറിയൊരു അഹങ്കാരം. എന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പകാൻ പറഞ്ഞാ നീ എന്നൊരു കാര്യം ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറ്റിയില്ല. എനിക്ക് 6 കിലോ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ എനിക്ക് തീരെ വയ്യാണ്ടായി പോയി. അത് കഴിഞ്ഞ് ഞാൻ മനസ്സറിഞ്ഞ ഭഗവാനെ ഞാൻ അറിയാണ്ട് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് സമസ്താപരാധം ഞാൻ അവിടെ നമിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ നാമം ജപിച്ച് കയറിയപ്പോൾ എനിക്ക് ഒറ്റ കുഴപ്പമില്ല. ഞാൻ പയറ് മണി പോലെയായിട്ട് കയറി വന്നത്. ഒരിക്കലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ വർത്തമാനത്തിലറിയാം. എൻ്റെ പല വീഡിയോസും നിങ്ങൾക്ക് ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് നോക്കി. അതങ്ങനെയാണ്. നമ്മൾ അഹങ്കാരം പിടിച്ചിവിടെ വന്നേ കോമഡിയോ ഏതൊരുവനും ഒരു സാധനമുണ്ട്. ആ ഉള്ളിലൂടെ ഞാനെന്ന ബോധം ഉണ്ടല്ലോ, അത് ബാബ തീർത്ത് തരും. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവമൊക്കെ ഉണ്ടാവും. അനുഭവം എല്ലാവർക്കും ഉള്ളത്. ഇത് നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ഇറങ്ങുക, റൂമിലേക്ക് പോവുക. റൂം ഓൾറെഡി നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആരതി തൊഴാനുള്ള സൈഡൊക്കെ ഉണ്ട്. കുളിച്ചിട്ട് അങ്ങോട്ട് പോകണം. ആണ് വീഡിയോസാണ്. കേദാർനാഥിലേക്ക് പോകുമ്പോൾ ഗംഭീര വ്യൂ ആണ് കേട്ടോ. ജീവിതത്തിൽ എടുക്കാൻ പറ്റിയതിന് വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ കാണുന്നത്? നമ്മളെവിടെ നിൽക്കണു? ഭഗവാന്റെ സന്നിധിയിൽ ഇതന്നെ മതി. വേറെ പ്രത്യേകിച്ച് കാണാൻ ഒരു ഫാന്റസി പോലെ തോന്നുന്നില്ല. ചുറ്റും നോക്കിയോ?
പോരെ, ഇതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും വേടാ. ആണ് കേദാർനാഥ്. സമയങ്ങളിൽ കിട്ടുന്ന വ്യൂസാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ച വ്യക്തി പോലും അല്ല ഞാൻ. പക്ഷേ പല സമയത്ത് ഭഗവാൻ പല കാര്യങ്ങൾ നീ കണ്ടോ, എന്നാ പിടിച്ച് കണ്ണ കാണ്, എന്താ കാണ്. പക്ഷെ ഇത് മനസ്സിന് അതൊരു സംഭവമാണ്. കൊള്ളാം. ഹര ഹര മഹാദേവ്. അമ്മേ ഭഗവതി, ഒന്നും പറയില്ല. എത്ര കണ്ടാലും മതിയാവില്ല എന്ന് ചിന്തിക്കുമ്പോൾ വേറെ എന്ത് കാഴ്ച കാണണം? ഇതൊക്കെ മതി, വേറെ ഒന്നും. ഇത് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അപ്പുറം വേറെ വ്യൂ ഒന്നുമില്ല. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ആരാണെങ്കിൽ ലൈഫിൽ ഒരിക്കലും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വ്യൂ കണ്ടില്ലേ? സമയം അമ്പലത്തിൽ വരുമ്പോൾ അമ്പലത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. നല്ല രസമായിരിക്കും, നോക്കാം. അങ്ങനെ കേദാർനാഥ് ക്ഷേത്രത്തിന് അടുത്തെത്താറായി. നിലവിൽ അവിടെ ടോക്കൺ എടുക്കണം. നമ്മൾ ഓൾറെഡി അവിടെ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. താരക്ക് എൻ്റെ സുഹൃത്ത് വഴി. അപ്പോൾ നമുക്ക് ദർശനമുണ്ട്, നമുക്കൊരു പൂജയുണ്ട്. ഈ കാണുന്ന എല്ലാവർക്കും വേണ്ടിയൊരു പൂജയുണ്ട്. അപ്പോൾ അത് പോകണം. ഇതാണ് പോണ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ പോവാ. അമ്പലം എവിടെയാ? അമ്പലത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാ പോവാ? ആ ഒരു കാഴ്ചക്ക് വെയിറ്റ് ചെയ്തോ. ഉച്ച കാഴ്ച കാലങ്ങൾ കാത്തിരുന്ന കാഴ്ചക്ക് ഇനി നിമിഷങ്ങൾ മാത്രം. പിന്നല്ല കയറങ്ങണ അമ്പലണ. അയ്യോ, അമ്പലം കാണാൻ ഒന്ന് കേറിട്ട് പോ. അവിടെ തന്നെ കാല് വലിയട്ടാ, കാല് നല്ല വേനായിട്ട്. ഞാൻ കിടക്കണം. നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്നതേ കേദാർനാഥൻ്റെ ഭഗവാനെ കാണാനെ. ഞാൻ ആദ്യമായിട്ട് കാണണേ. സത്യത്തിൻ്റെ ഭാഗം ആ കാലിൻ്റെ മുട്ട് എനിക്ക് ഓൾറെഡി ലിഗമെന്റ് ടീറൽ വശങ്ങളാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ നല്ല വേദനയുണ്ട്. എന്നാലും കുഴപ്പമില്ല, കണ്ടിട്ടേ പോകുള്ളൂ. അമ്മേ ഭഗവതി. കയറുമ്പോൾ ഓം. അമ്മേ തല എടമ്പലം. ആ 3 മിനിറ്റ് കണ്ടില്ലേ? ആ 3 മിനിറ്റ്. എന്നാ പോ. റൂം എവിടെ? ആദ്യം റൂമിൽ പോണോ അതോ അമ്പലത്തിൽ പോണോ? നമ്മള് അതാ അവിടെ അമ്പലം, ഈ കയറ്റം കയറി അമ്പലം. റൂം എവിടെയാ? ഇതാണ് സംഭവം. ഇവിടുന്ന് റൂമിലേക്ക് നോക്കണം. വ്യൂ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. നേരെ പോകണം, വീണ്ടും നേരെ പോകണം. എന്നാ പിന്നെ പോട്ടെ. പോയിട്ട് കാണിച്ചു തരാവേ. നിങ്ങൾ ശബ്ദം കേൾക്കണില്ലേ? ഫോഗ് കാരണം അമ്പലം കാണാൻ പറ്റില്ല. പക്ഷെ മിന്നായ പോലെ വെട്ടം കാണാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആരതി നടക്കുവാ, നമ്മള് കാണില്ല. കുഴപ്പമില്ല, നാളെ കണ്ടോളാം. പക്ഷെ അടുത്തെത്താൻ പറ്റില്ലോ, വലിയ കാര്യം. ആ കാണാൻ ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റാണ് ക്ഷേത്രം. ഫോഗായെന്ന് കാണാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. എത്രമാത്രം കാണാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ആ കാണാണ് സാക്ഷാൽ കേദാർനാഥൻ മഹാദേവൻ പാർവതീ തനയൻ. ഹര ഹര മഹാദേവ്.
ആ ഓയ് ഇതാണ് അമ്പലം. ഓ സന്തോഷം കൊണ്ടേ കണ്ണീന്ന് വെള്ളം വരും. ഇവിടെ നിന്നൊക്കെ അറിയും. ഇവിടെ ചേർന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോവാം. ആ കണ്ട കാഴ്ചയാണ് കേദാർനാഥിൽ ആരതി വരെയുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. അതിനുശേഷം നമ്മൾ ആ കാഴ്ച അത് മതി ജീവിതത്തിൽ ഭഗവാനെ കണ്ടില്ല. അകത്ത് കയറാൻ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ പുറത്ത് നിന്ന് ആരതിയൊക്കെ തൊഴുതു. പുറത്ത് നേരെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കണ്ണടച്ച് മനസ്സിൽ ഭഗവാനെ കണ്ടു. മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ചേരം ഇരുന്നു. ആ റൂം തൊട്ടടുത്ത് തന്നെ റൂം കിട്ടി. തണുപ്പുണ്ടായിരുന്നു. അതിനുശേഷം പുറത്ത് കുറച്ച് ഭക്ഷണം കഴിച്ചു. ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാനൊരു 10-11 മണി സമയത്ത് വീണ്ടും ഞാനൊക്കെ അവിടെ പോയിരുന്നു, അമ്പലത്തിനോട് പോയിരുന്നു. കുറച്ച് നേരം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മുടെ നിത്യ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് പൂജയുണ്ടായിരുന്നു. നമുക്ക് തന്നെ അവിടെ കുറച്ച് ഒക്കെ മേടിച്ചിട്ട് അതിനൊന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു, എങ്കിലും ചെയ്യാം. കിറ്റൊക്കെ മേടിച്ചിട്ട് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെളുപ്പിന് തന്നെ പോയി ക്യൂ നിൽക്കുക. 5 മണിയാകുമ്പോൾ നട തുറക്കും. അപ്പം അതിന് മുമ്പ് ക്യൂ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ കുറേ തിരക്കൊക്കെ ഉണ്ടാവും. അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു ആ സമയത്ത്. ലാൻഡ് സ്ലൈഡൊക്കെ പ്രശ്നം ഉത്തരാഖണ്ഡിലുള്ള സമയമായിരുന്നുകൊണ്ട് അങ്ങനെ അവിടെ ഞങ്ങൾ തൊഴുതു. ഭഗവാനെ കെട്ടിയൊക്കെ പിടിച്ച് ഭഗവാനേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിട്ടിയ അവസരമല്ലേ അതൊക്കെ മുതലാക്കണ്ടേ. ഭയങ്കര അനുഭവമായിരുന്നു അതൊക്കെ. ഒരിക്കലും സംഭവിക്കുമോ ഇല്ലയോ ഇല്ല സംഭവിക്കില്ല എന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാത്തൊരു ഒരു ഇൻസിഡൻ്റാണ് യാഥാർത്ഥ്യമായത് ജീവിതത്തിൽ. ഭഗവാനെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാനും നെറ്റി അവിടെ ആ ഒരു ശിവലിംഗത്തിൽ മുട്ടിച്ച് കുറേ നേരം പ്രാർത്ഥിക്കാനും ഒക്കെ അവസരമുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും കുറേ നേരം ഇരുന്നു. വെളുപ്പിന് വീണ്ടും പോയിരുന്നു. അതിനുശേഷം കുറച്ചൊക്കെ ഒന്ന് അവിടെയൊക്കെ കണ്ടു. പിന്നീട് നമുക്ക് തിരിച്ചു പോരേണ്ട വാസുകി താല് ട്രക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂടെയുള്ള 1-2 പേർക്ക് തിരിച്ചു പോകേണ്ട അത്യാവശ്യം എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി. കാരണം ആ സമയത്തൊക്കെ ലാൻഡ് സ്ലൈഡ് പ്രശ്നമുണ്ട്. അപ്പോൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വൈകിയാൽ ബുദ്ധിമുട്ടാകുമോ, എത്തുവാൻ സമയം വൈകുമോ എന്നൊക്കെ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. നേരെ നമ്മളെവിടുന്ന് റൂമിൽ നമ്മുടെ ഗുപ്തകാശിയിലെത്തി. നമ്മൾ ഓൾറെഡി നമ്മുടെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഗുപ്തകാശിയിലെത്തി. അവിടെ റൂമിൽ രാത്രി അവിടെ നമ്മൾ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് റാൻസി വില്ലേജിലേക്ക് പോകണം. അടുത്ത യാത്രയാണ് മധ്യമേശ്വർ. കേദാർനാഥിൽ നിന്നും വ്യത്യസ്തമാണ്, അതിവ്യത്യസ്തമാണ് ശരിക്കും മധ്യമേശ്വർ യാത്രയിൽ ഭഗവാന്റെ അടുത്ത് എത്തിയാൽ ശിവലോകം പ്രാപ്തമാവുന്ന പറയുക. ശിവലോകം ഭഗവാനിലേക്ക് എത്തിയതർത്ഥം. ഭഗവാന്റെ മധ്യഭാഗമാണ് അവിടെ, ആ ഭാഗത്ത് അവിടെ ഉള്ളത്. ആ യാത്രയിലേക്കുള്ള യാത്ര അടുത്തത്. നിങ്ങൾ കേദാറിൽ കണ്ട യാത്രകളായിരിക്കും. അത്ര റഷില്ല, ആളുകളില്ല, വളരെ പരിമിതമായ ആളുകൾ. കാട്, വന്യമായിട്ടുള്ള പ്രദേശം, വളരെ നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങൾ, കണ്ണിൽ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ലാൻഡ് സ്ലൈഡിൽ അതുതന്നെ കുറേ പുഴകൾ,
നമ്മൾ കടന്നു പോകണം. അങ്ങനെ കുറേ യാത്രകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് മധ്യമേശ്വർ യാത്രയിൽ. ആ യാത്ര അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കായി ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതായിരിക്കും. കാഴ്ചയല്ല, നിങ്ങൾക്കായി തരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. ജീവിതത്തിൽ മധ്യമേശ്വർ യാത്ര ഞാൻ പറഞ്ഞല്ലോ, കേദാറാണെങ്കിലും മധ്യമേശ്വർ, തുംഗനാഥ്, രുദ്രനാഥ്, കൽപേഷ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്, വ്യത്യസ്തമായ ടെറൈൻസാണ്. പ്രകൃതി വേറെ തലത്തിൽ നമുക്ക് ഇങ്ങനെ കണ്ണൊക്കെ ചിമ്മി ഇങ്ങനെയൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ആ യാത്രയാണ് മധ്യമേശ്വർ മുതലുള്ള യാത്രകൾ. തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.